അനന്തൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ കേരളം ഒന്നാകെ വലിയ രീതിയിൽ അമർഷത്തിലായിരുന്നു. കാരണം അത്രമാത്രം ക്രൂരമായ പീഡനമാണ് സുജിത്തിന് ഏൽക്കേണ്ടി വന്നത്. സുജിത്തും പറഞ്ഞിരുന്നു ഇവർ സർവീസിൽ തുടരുന്നതുവരെ പോരാടും എന്നുള്ള, സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ തന്റെ നീക്കം തുടരും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. ഇനി ഇവരെ പിരിച്ചുവിടുമെന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനന്തൻ? ജയലക്ഷ്മി, യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് പോലീസിനും ആഭ്യന്തര വകുപ്പിനും വലിയ മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ചോദ്യമുനയിലാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനവും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും. ഈ ഒരു ഘട്ടത്തിലാണ് ഈ പോലീസുകാർക്കെതിരെ കടുത്ത നടപടികൾ തന്നെ കൈക്കൊള്ളാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് സേന എത്തുന്നത്. ഇപ്പോൾ നേരത്തെ ഈ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയും എടുത്തിരുന്നു. സ്ഥലം മാറ്റലടക്കമുള്ള പരാതിക്കാരൻ മർദ്ദനമേറ്റ VS സുജിത്ത് ചേരുന്നുണ്ട്. സുജിത്തിന്റെ പല പ്രതികരണങ്ങളിലും പറഞ്ഞിരുന്നു അത്രമാത്രം പീഡനമേറ്റിരുന്നു. അപ്പോൾ ഇവർ സർവീസിൽ നിന്ന് ഇവരെ പിരിച്ചുവിടും വരെ തന്റെ പോരാട്ടം തുടരുമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. ഇപ്പോഴത്തെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവരെ പിരിച്ചുവിട്ടേക്കുമെന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. അപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കാനാകില്ല. സംതൃപ്തനാണോ താങ്കൾ ഇപ്പോൾ? ഇപ്പോ സംതൃപ്തനല്ല. കാരണം ഡിസ്മിസ് ചെയ്ത് അവരെ ശിക്ഷയ്ക്ക് വിധേയനാക്കണം. അതിനുള്ള ഈ 4 പോലീസുകാരല്ല, ഒരാൾ കൂടെ ഉണ്ട്, ഷുഹൈർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള ഉദ്യോഗസ്ഥനും കൂടെ ഉണ്ട്. ഈ 5 പേരെയും ഡിസ്മിസ് ചെയ്ത് ശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെ പൂർണ്ണമായിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്റെ പാർട്ടി ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ പോരാടും, അവസാനം വരെ പോരാടും എന്നാണ് എന്റെ തീരുമാനം. സുജിത്ത്, നമ്മൾ കേരളം ഒട്ടാകെ കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കണ്ടത്. ഇന്നിപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കടക്കം മാർച്ച് നടത്തിയിരുന്നു. അപ്പോൾ പാർട്ടി എല്ലാ പിന്തുണയുമായി താങ്കൾക്കൊപ്പം ഉണ്ടല്ലേ? തീർച്ചയായും. സുജിത്ത്, അതേപോലെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആർക്കും കണ്ടിരിക്കാനാകുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം പീഡനമായിരുന്നു സുജിത്ത് അന്ന് ഏൽക്കേണ്ടി വന്നത്. പിന്നെ ഈ CCTV ദൃശ്യങ്ങളടക്കം നേടിയെടുക്കാൻ ഒരുപാട് പോരാടിയിരുന്നു സുജിത്ത്. അപ്പോൾ ഈ ഒരു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതേപോലെ നേരത്തെ എടുത്ത അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ താങ്കൾക്ക് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതീക്ഷ ലഭിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. സുജിത്ത്, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇത് പുറലോകം കാണുന്നതിന് മുൻപ് ഉന്നതരായ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നതാണ്. പക്ഷേ അന്നത്തെ നടപടി ഒരു ട്രാൻസ്ഫറിലും അതോടൊപ്പം തന്നെ ഇൻക്രിമെന്റ് 2 വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുക എന്ന് പറയുന്ന പരിഹാസപൂർണ്ണമായ ഒരു നടപടിയിൽ ഒതുക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു സസ്പെൻഷനിലേക്ക് പോകുന്നു. പക്ഷേ പിരിച്ചു വിടും എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത മാത്രമാണ് മുന്നിലുള്ളത്. അതുവരെയും പോരാട്ടം തുടരും. പിരിച്ചുവിടുന്നു, ഈ 5 പേരും പിരിച്ചുവിടുന്നവരെ ഞങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും നിരന്തരം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിപ്പോൾ റേഞ്ച് DIG റിപ്പോർട്ട് കൊടുക്കുകയാണ്. മുന്നേ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള ആളാണ്. എന്നിട്ടും ആ സമയത്ത് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ സമയത്ത് ഇങ്ങനെ പുറം ലോകത്തേക്ക് എത്തിയതിന് ശേഷമാണ് DIG ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കൂടി ഞാൻ അതിന്റെ കൂടെ പറയാണ്. സുജിത്തിന്റെ പോരാട്ടത്തിന് മുന്നിൽ മറ്റ് ഗതിയില്ലാതെ ഒടുവിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് പോവുകയാണ്. അത്രേ ഉള്ളൂ. ഒരു പൊതുജനത്തിന് മുന്നിൽ മണ്ണ് വരുന്ന ഒരു പ്രവണതയാണ് ജീവി ചെയ്യുന്നത്. എന്തായാലും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ശുപാർശയാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ സുജിത്ത് പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ പുറലോകം കാണും മുമ്പ് ഈ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു. പക്ഷേ അന്നൊന്നും അനങ്ങിയില്ല. സുജിത്ത് ഇവരുടെയൊക്കെ മുന്നിലേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ അന്നൊക്കെ എന്താണ് പറഞ്ഞത്? സുജിത്ത്, കേൾക്കാമോ? സുജിത്തിന് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. കോള് കട്ടായിട്ടുണ്ട്. അപ്പോൾ VS സുജിത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു ക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒന്നാകെ കണ്ടതാണ്. കേരളം നടുങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് സുജിത്തിന്റെ ആവശ്യം. അത് നേടിയെടുക്കും വരെ അദ്ദേഹം ഈ പോരാട്ടം തുടരും എന്നുള്ളതാണ് നൽകുന്ന വിവരം. നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി നടപടി എടുക്കില്ല എന്ന് പറയട്ടെ, അപ്പോൾ കാണിച്ചു തരാം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് വന്നിരിക്കുകയാണ്.